അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഒരു യാത്രയിലൂടെ മൂസാ നബിക്ക് ക്ഷമയുടെയും അറിവിൻ്റെയും ചില പാഠങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ് ഇനിയുള്ള 22ഓളം ആയത്തുകളിലായി വിവരിക്കുന്നത്. ഈ സംഭവത്തിന് ഒരാമുഖമാണ് ഇന്നത്തെ അനുബന്ധ ക്ലാസ്സിൽ പറയുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അറിവുകൾ നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു ഉത്തമ ദാസനെ കുറിച്ച് അള്ളാഹു മൂസാ നബിക്ക് വഹിയിലൂടെ അറിവ് നൽകുന്നു. മൂസാ നബി അദ്ദേഹത്തിനടുത്തേക്ക് യാത്ര ചെയ്ത് എത്തുന്നു. അദ്ദേഹത്തോടൊപ്പം മൂസാ നബി ഒരു ദീർഘയാത്ര നടത്തുന്നു. അള്ളാഹുവിൻ്റെ ഈ ഉത്തമനായ ദാസൻ ഖിളിർ അല്ലെങ്കിൽ ഖളിർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ വ്യക്തിയാണ് എന്ന് പൊതുവെ നിവേദനങ്ങളിൽ ഉണ്ടെങ്കിലും ഈ ചരിത്രത്തിൽ അദ്ദേഹത്തെ അബ്ദുൻ സാലിഹ്, അള്ളാഹുവിൻ്റെ ഉത്തമനായ ഒരടിമ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മൂസ എന്ന് മാത്രമാണ് ഈ സംഭവത്തിൽ പറയുന്നത് എന്നതുകൊണ്ട് അത് മൂസാ നബി തന്നെയാണോ അതല്ല മറ്റു വല്ല മൂസയുമാണോ എന്നൊക്കെ ചില സംശയങ്ങൾ ചിലർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് മൂസാ നബി തന്നെയാണ് എന്നാണ് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു മൂസയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇത് മൂസാ നബിയെക്കുറിച്ചല്ല എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും തെളിവ് ഖുർആനിൽ ഉണ്ടാവണം. കാരണം മൂസ എന്ന് മൂസാ നബിയെക്കുറിച്ച് മാത്രമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. നാം പഠിക്കുന്ന ഈ സൂറത്തുൽ കഹ്ഫിൽ വന്ന ആദം ഇബ്ലീസ് ചരിത്രമല്ലാത്ത ഇപ്പോൾ പറയുന്ന ഈ ചരിത്രമടക്കമുള്ള എല്ലാ സംഭവങ്ങളും ഖുർആനിൽ ഈ ഒരു സൂറത്തിൽ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇതിൽ പറയുന്ന മഹാനായ വ്യക്തി ഖിളിറിനെ കുറിച്ച് മറ്റെവിടെയും പരാമർശമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വിശദാംശങ്ങളൊന്നും ഇതിൽ പറഞ്ഞതല്ലാതെ മനസ്സിലാക്കാനില്ല. യഥാർത്ഥത്തിൽ അത്തരം വിശദാംശങ്ങൾ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു അക്കാര്യം ഇവിടെ വിശദീകരിക്കാത്തത്. കാരണം ഈ സംഭവത്തിൽ മൂസാ നബിക്ക് ഈ യാത്രയിലൂടെയും യാത്രക്കിടയിൽ അദ്ദേഹം കാണുന്ന സംഭവങ്ങളിലൂടെയും ചില ശിക്ഷണങ്ങൾ, ചില പാഠങ്ങൾ നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വേദങ്ങളിലൂടെ പഠിപ്പിക്കുകയല്ല, മറിച്ച് മൂസാ നബിക്ക് പ്രായോഗിക ജീവിതത്തിലൂടെ ശിക്ഷണങ്ങൾ നൽകുകയാണ്. എനിക്ക് താങ്കളിൽ നിന്ന് അറിവ് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഖിളിറിനോടൊപ്പം യാത്രയാവുന്നത്. താങ്കൾക്ക് എന്നോടൊപ്പമുള്ള യാത്രയിൽ ക്ഷമിക്കാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം മൂസാ നബിയോട് മുന്നറിയിപ്പായി കൊണ്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസാ നബി ഖിളിറിനോടൊപ്പം യാത്ര പുറപ്പെട്ടത്. തുടർന്ന് യാത്രക്കിടയിൽ 3 അസാധാരണമായ പ്രവൃത്തികൾ ഖിളിർ ചെയ്തു. ഒന്ന്, അദ്ദേഹം ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കപ്പലിന് ദ്വാരമുണ്ടാക്കി. ഇത് കണ്ട് മൂസാ നബി അക്ഷമനായി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ആക്ഷേപിച്ചു. ഖിളിർ മൂസാ നബിയോട് പറഞ്ഞു, എൻ്റെ പ്രവൃത്തികൾ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, അപ്പോൾ ഇനി ആവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി ക്ഷമാപണം നടത്തുകയും അദ്ദേഹത്തോടൊപ്പം യാത്ര തുടരുകയും ചെയ്തു. പിന്നീട് ഖിളിർ ഒരു കുട്ടിയെ വധിച്ചു. ഇത് കണ്ട് മൂസാ നബി നേരത്തെ പോലെ തന്നെ അക്ഷമനാവുകയും ഖിളിറിനെ ആക്ഷേപിക്കുകയും ചെയ്തു. അപ്പോഴും ഖിളിർ മൂസാ നബിയോട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയുകയില്ല എന്നത്. അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇത് അവസാനത്തെ അവസരമാണ്, ഇനി ഞാൻ ആവർത്തിക്കുകയാണെങ്കിൽ താങ്കൾ ഈ യാത്രയിൽ തുടർന്ന് എന്നെ കൂട്ടേണ്ടതില്ല എന്ന് മൂസാ നബി തന്നെ ഖിളിറിനോട് പറയുകയും ചെയ്തു. അങ്ങനെ അവർ യാത്ര തുടർന്നപ്പോൾ അവർക്ക് ഭക്ഷണം നൽകാൻ തയ്യാറാവാത്ത ഒരു നാട്ടുകാരുടെ പൊളിഞ്ഞു വീഴാറായ മതിൽ യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഖിളിർ നേരെയാക്കി കൊടുത്തു. ഇത് കണ്ട് മൂസാ നബി വീണ്ടും അക്ഷമനായപ്പോൾ, അതായത് തങ്ങൾക്ക് ഭക്ഷണം പോലും നൽകാൻ തയ്യാറാവാത്ത ഈ നാട്ടുകാർക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മൂസാ നബി അക്ഷമനായപ്പോൾ, ഇനിയും തുടർന്ന് എൻ്റെ കൂടെ താങ്കൾ യാത്ര ചെയ്യേണ്ടതില്ല എന്ന് ഖിളിർ മൂസാ നബിയെ വിലക്കുകയും താൻ ചെയ്ത പ്രവൃത്തികളുടെ മൂസാ നബിക്ക് മനസ്സിലാവാത്ത വശങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് 60 മുതൽ 82 വരെയുള്ള ആയത്തുകളിൽ വിവരിക്കുന്ന ഈ സംഭവത്തിൻ്റെ ചുരുക്കം. ഈ സംഭവത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ: ഒന്ന്, അറിവ് നേടാൻ മൂസാ നബി കാണിക്കുന്ന താല്പര്യവും ത്യാഗ സന്നദ്ധതയുമാണ്. മറ്റൊന്ന്, എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവണമെന്നില്ല. നമുക്കറിയാത്ത കാര്യങ്ങളിൽ നാം അക്ഷമരാവരുത്. പ്രത്യക്ഷത്തിൽ അക്രമമെന്ന് തോന്നുന്ന ചില പ്രവൃത്തികൾക്ക് പിന്നിൽ കാരുണ്യത്തിൻ്റെയും നന്മയുടെയും വശങ്ങളാണ് ഉണ്ടാവുക. അതായത് നമുക്ക് പ്രത്യക്ഷമായി തിന്മയായി തോന്നുന്നതൊക്കെ
തിന്മയായി കൊള്ളണമെന്നില്ല. അതുപോലെ അറിവുകളുടെ കൂട്ടത്തിൽ സാധാരണ അറിവിനു പുറമെ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി ലഭിക്കുന്ന പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത അറിവുകളുമുണ്ട്. കപ്പലിന് ദ്വാരമുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ കപ്പലിലുള്ളവരെ മുക്കിക്കൊല്ലാനല്ല, മറിച്ച് ആ കപ്പലിലുള്ളവരെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നു. പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത അത്തരം അറിവിൻ്റെ അടിസ്ഥാനത്തിലേ ആ കാര്യം മനസ്സിലാവുകയുള്ളൂ. മൂസാ നബിക്ക് ആ അറിവുണ്ടായിരുന്നില്ല. മറ്റ് 2 സംഭവങ്ങളിലും അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും നിറഞ്ഞ പല സംഭവങ്ങളും ഉണ്ടാവുമ്പോൾ അതിനപ്പുറം എന്തെങ്കിലും നന്മയോ ഗുണമോ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുമെന്ന് ക്ഷമയോടെ മനസ്സിലാക്കാനും പ്രതീക്ഷിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതുകൂടി ഇതിൽ നിന്ന് ലഭിക്കുന്ന പാഠമാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദാംശങ്ങൾ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.